പീരുമേട്ടിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ആദിവാസി സ്ത്രീയുടെ കുടുംബത്തിന് ധനസഹായം നൽകാതെ വനംവകുപ്പ്. ജൂൺ 13 കൊല്ലപ്പെട്ട സ്ത്രീയുടെ കുടുംബത്തിനാണ് ധനസഹായം നൽകാതിരുന്നത്. സീതയുടെ മരണം കാട്ടാനയുടെ ആക്രമണത്തിലാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നില്ല എന്നാണ് കോട്ടയം DFO പറയുന്നത്. പോലീസ് കോടതിയിൽ സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ട് കിട്ടിയിട്ടില്ലെന്നും വനംവകുപ്പിന്റെ വിശദീകരണം. 24 പ്രൈം ടൈം ബ്രേക്കിംഗ് ന്യൂസുമായി കട്ടപ്പനയിൽ നിന്നും രാഹുൽ വിജയൻ തത്സമയം ചേരുകയാണ്. പറയൂ രാഹുൽ. ജൂൺ 13 വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയ സീത എന്ന ആദിവാസി സ്ത്രീയെ പ്ലാക്കത്തടം സ്വദേശിയാണ് ഇവരെ വനത്തിനുള്ളിൽ വെച്ച് കാട്ടാനെ ആക്രമിച്ച് കൊലപ്പെടുത്തുന്നത്. ആദ്യഘട്ടത്തിൽ വലിയ വിവാദമായ വാർത്തയാണ്. കാരണം ഈ സീതയെ പോസ്റ്റ്മോർട്ടം പരിശോധന നടത്തിയ ഡോക്ടർക്ക് തോന്നിയ ചില സംശയങ്ങൾ, അല്ലെങ്കിൽ അദ്ദേഹം ഈ മാധ്യമപ്രവർത്തകരോടക്കം പറഞ്ഞ ചില കാര്യങ്ങൾ, ഇത് കൊലപാതകത്തിലേക്കാണ് കാര്യങ്ങൾ പോയിരിക്കുന്നത്, കാട്ടാനെ ആക്രമണമല്ല കൊലപാതകമാണ് സീതയുടെ മരണത്തിന് കാരണം എന്നൊക്കെ ഉള്ള തരത്തിലുള്ള വാർത്തകൾ പുറത്തേക്ക് വരികയും വലിയ തരത്തിൽ വിവാദമാവുകയും പിന്നീട് പോലീസിന്റെ അന്വേഷണം നടത്തുകയും ഒക്കെ ചെയ്തു. പോലീസ് അന്വേഷണത്തിലാണ്, പ്രത്യേക അന്വേഷണത്തിലാണ് ഇത് കാട്ടാനെ ആക്രമണം തന്നെയാണ് എന്ന് സ്ഥിരീകരിച്ചത്. മാത്രമല്ല പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ പോലീസിന് നൽകിയ മൊഴിയിൽ പോസ്റ്റ്മോർട്ടം പരിശോധനയിലെ സംശയങ്ങളൊക്കെ മാറ്റി ഇത് കാട്ടാനെ ആക്രമണത്തിൽ തന്നെയാണെന്നുള്ള മൊഴി നൽകുകയും ചെയ്തു. ഇതടക്കമുള്ള വിശദമായ റിപ്പോർട്ട് പോലീസ് പീരുമേട് കോടതിയിൽ സമർപ്പിച്ചതുമാണ്. പക്ഷേ നാളിതുവരെയുമായിട്ടും ഏകദേശം 4 മാസം കഴിഞ്ഞിട്ടും ഈ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സീതയുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപ ധനസഹായം നൽകാനുള്ള നടപടി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. കൊലപാതകമല്ല, കാട്ടാന ആക്രമണം തന്നെയാണെന്ന് പോലീസ് കണ്ടെത്തി. മാത്രമല്ല പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറും അത് ഉറപ്പിച്ചു പറയുകയും ചെയ്യുന്നു. പക്ഷേ കോട്ടയം DFO ഇപ്പോൾ പറയുന്ന വിശദീകരണം അല്ലെങ്കിൽ ന്യായം എന്ന് പറയുന്നത് ഈ പോസ്റ്റ്മോർട്ടം പരിശോധന റിപ്പോർട്ടിൽ അത് കാട്ടാന ആക്രമണത്തിലാണ് കൊല്ലപ്പെട്ടതെന്ന് എഴുതിയിട്ടുണ്ടായിരുന്നില്ല. മാത്രമല്ല പോലീസിന്റെ കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ട് തനിക്ക് കിട്ടിയിട്ടില്ല. താൻ ആവശ്യപ്പെട്ടിട്ടും പോലീസ് ആ റിപ്പോർട്ട് വനം വകുപ്പിന് കൈമാറിയിട്ടില്ല. അത് ലഭ്യമായെങ്കിൽ മാത്രമേ തുടർ നടപടിയിലേക്ക് പോകാൻ കഴിയൂ എന്നുള്ളതാണ് കോട്ടയം DFO വ്യക്തമാക്കുന്നത്. എന്തായാലും അത് അടിയന്തരമായി തന്നെ പരിഹരിക്കേണ്ട പ്രശ്നമാണ്. ആ കുടുംബത്തിന് ധനസഹായം ലഭ്യമാക്കേണ്ടതുമാണ്. രാഹുൽ വിജയനാണ് കട്ടപ്പനയിൽ നിന്ന് ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.